ഈ തുടർച്ചയായി തന്നെ അമിത്ഷാ കേരള സന്ദർശിക്കുകയാണ്. ഇന്നലെ സന്ദർശിച്ചിരുന്നു. കൃത്യമായി തന്നെ അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ് 2026 BJP അധികാരത്തിൽ വരുമെന്ന്. അതിൽ സംശയമുണ്ടെങ്കിലും പാർട്ടി കൂടുതൽ ശക്തിപ്പെടുന്നുണ്ടല്ലോ. അല്ല, 2024 BJP തുടർച്ച അധികാരത്തിലില്ല. അത് സുരേന്ദ്രൻ ഉണ്ടായിരുന്ന പ്രസ്താവനയാണ്. BJP അധികാരത്തിൽ 2026 ഇല്ല. അത് കഴിഞ്ഞിട്ടുള്ള പരിഗണിക്കും. എന്നാൽ 10 സീറ്റുകൾ നേടാം, അത് മതി. പിന്നെ അമിത്ഷാ വരുന്നത് BJP ഗുണകരം എന്ന് വെച്ചാൽ കൂടുതൽ വോട്ടൊന്നും അതിന്റെ പുറത്ത് കിട്ടാനൊന്നും പോകുന്നില്ല. അമിത്ഷാ അങ്ങനെ മറ്റു വിഭാഗങ്ങളെ, അകന്നു നിൽക്കുന്ന മറ്റു വിഭാഗങ്ങളെ ആകർഷിക്കാൻ ശേഷിയുള്ള നേതാവല്ല. അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയെ കൊണ്ട് ആളുകൾ പൊതുവെ അകന്നു പോകാനാണ് സാധ്യത. BJPക്കാർക്കും RSSകാർക്കും അദ്ദേഹം ഒരു ഭയങ്കര അവരുടെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും. പക്ഷെ മോഡി ഒരു ഓപ്പോസിറ്റ്. മോഡി മുസ്ലിങ്ങളെ വെച്ച് മറ്റു സമുദായങ്ങളെ ആകർഷിക്കാൻ ശേഷിയുള്ള ഒരാൾ. അത് ക്രിസ്ത്യാനികളാണെങ്കിലും അദ്ദേഹം അത് കാണിച്ചിട്ടുണ്ട് തൃശ്ശൂരൊക്കെ. പക്ഷെ അമിത്ഷാ വന്നതിന്റെ ഒരു മോദി പോകും മുമ്പ് ആദ്യം പോകുന്നത് അമിത്ഷായാണ്. ആയിരുന്നു രീതി. ഉത്തർപ്രദേശെല്ലാം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അല്ല, അമിത്ഷാന്റെ ഓപ്പറേഷൻ വേറെ രീതിയില്ല. അമിത്ഷാ ഹിന്ദു മതത്തിലെ മറ്റു വിഭാഗങ്ങളെ, എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് കൊണ്ടുപോയി മറ്റുള്ളവരെ അപരവൽക്കരിക്കുകയും ചെയ്യുന്ന രീതിയിലൊരു ഓപ്പറേഷനാണ് അദ്ദേഹം എവിടെ പോയാൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മോഡി ഗുജറാത്ത് കലാപത്തിൽ വെച്ച് മോഡിന്റെ നിലപാട് വെച്ച് അങ്ങനെയല്ല. മോഡി ഒരു ഇൻക്ലൂസീവാണ്. മാത്രമല്ല മോഡി കുറച്ചുകൂടി ഒരു അപ്രോച്ചബിൾ എന്നുള്ള ഫീലുള്ള ഒരാളാണ്. അമിത്ഷാ അങ്ങനെയല്ല. പക്ഷെ അമിത്ഷാ വന്നതിന്റെ ഗുണം എന്ന് വെച്ചാൽ BJPയിൽ ഈ കുറെ ഡിസെൻഡൻസ് ഉണ്ടല്ലോ. രാജീവ് ചന്ദ്രശേഖരൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. അവർക്കൊക്കെ ഒരു പേടി ഉണ്ടാക്കാൻ പറ്റും. അവരെ ഒക്കെ മുനോടിക്കാനും അവരെ സിസ്റ്റമായി ചേർത്ത് കൊണ്ടുപോകാൻ പറ്റും. കാരണം വരുന്നത് അമിത്ഷയാണ്. പറഞ്ഞതുപോലെ ചെയ്തിരിക്കും. അവർക്കറിയാലോ മറ്റാരെക്കാട്ടും നന്നായിട്ട്. അപ്പൊ അതിന് സാധിക്കും. നിരന്തരമായിട്ടുള്ള ഒരു BJPന്റെ കെട്ടുറപ്പ് വർദ്ധിപ്പിക്കാൻ, ഐക്യം ഉണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിജയകരമായി നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനം ഇന്റേണലി ഉണ്ടാക്കാൻ സാധിക്കും. ഔട്ട്റേജ് പ്രോഗ്രാം രാജീവ് സുരേഷ് ഗോപിയൊക്കെ നടത്തിക്കോളും. അത് പ്രധാനമായി ക്രിസ്ത്യാനികളും ഈഴവരുമായിട്ടാണ് നടത്തേണ്ടത്. അതവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മുസ്ലിങ്ങളെ തൽക്കാലം നോക്കണ്ട, അത് കിട്ടില്ല. കാരണം ആ രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ അത് മുസ്ലിങ്ങളെ കിട്ടില്ല. അപ്പൊ അത് രാജീവ് ചന്ദ്രശേഖരൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ BJPന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ് ആദ്യം പരിഹരിക്കേണ്ടത്. അതാണെന്ന് തോന്നുന്നു അമിത്ഷായുടെ വിഷയം. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. അതിന് സാധ്യമാകുമോ? വലിയ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും. അത് പറ്റും. വലിയ മുന്നേറ്റം എത്തുന്ന സാധ്യത എനിക്ക് അതില്ല. ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയില്ല. പക്ഷെ ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒരു ഭാഗത്ത് വലിയ കേഡർ സ്വഭാവത്തോട് നിൽക്കുകയാണോ? വലതുമുന്നണി കേഡർ സ്വഭാവം ഇല്ലല്ലോ. ഇടതുമുന്നണിക്ക് BJPക്ക് അല്ലേ കേഡർ സ്വഭാവം? വലതുമുന്നണിക്ക് ഇല്ലല്ലോ. അതാണല്ലോ അവരുടെ അസറ്റ്. BJPയുടെ അസറ്റ് അതാണ്. അവർക്ക് കേഡർ സ്വഭാവം ഉണ്ട്, എന്നാൽ കോൺഗ്രസിന് കേഡർ സ്വഭാവം ഇല്ല. അപ്പൊ ഇടതുപക്ഷത്തെ എങ്ങനെ തകർക്കും? ഇടതുപക്ഷത്തെ തകർക്കണല്ലോ. വലതുപക്ഷത്ത് കോൺഗ്രസിന് ഇടതുപക്ഷത്തെ A ടീം ആൻഡ് B ടീമാണ്. ഇടതുപക്ഷവും കോൺഗ്രസും. A ടീമിന്റെ വലിയ ടീം A ടീം എന്ന് കോൺഗ്രസ് ആണ്. കാരണം ദേശീയ തലത്തിൽ ഇന്ത്യൻ ഇടതുപക്ഷത്തെ ഇപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. B ടീമാണ് CPM. അവര് തമ്മിലുള്ള മത്സരത്തിൽ വലതുപക്ഷം ഇവിടെ കേരളത്തിൽ BJP അതിലേ ഉള്ളൂ. അല്ല, ഇന്ത്യയിൽ വലതുപക്ഷം BJP ശിവസേനയൊക്കെ ഉള്ളൂ. ശിവസേന ഇപ്പോൾ ഇടതുപക്ഷമായി മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അവരേ ഉള്ളൂ. ഇപ്പോൾ മുസ്ലിം ലീഗിനെ പോലും നമുക്ക് എത്രത്തോളം വലതുപക്ഷം എന്ന് പറയാൻ പറ്റുമെന്നുള്ള സംശയമാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇതിൽ കോൺഗ്രസ് ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ A ടീമായ കോൺഗ്രസിനെ സംബന്ധിച്ച് കെട്ടുറപ്പുള്ളാത്ത സംവിധാനമാണത്. അത് BJPക്ക് ഒരു മാച്ചേ അല്ല പ്രവർത്തന രംഗത്ത്. ഇലക്ട്രോറലി മാച്ചായിരിക്കും, പ്രവർത്തന രംഗത്ത് മാച്ചല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കത് പ്രശ്നം. CPM-ഉം BJP ആയിട്ടാണ് പല മേഖലകളിലും ഈ പ്രവർത്തന രംഗത്ത് മത്സരം, കോൺഗ്രസുമായിട്ടല്ല. അത് ഇലക്ട്രോറലി, അത് ബാലറ്റിലും കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ BJP അത് ഗുണമാവുള്ളൂ. പിന്നെ ഈ അമിത്ഷാ വന്നിട്ട് ഇവിടെ കേരളത്തിൽ ഭീകരവാദത്തിന്റെ കേന്ദ്രം എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും സെൽഫ് ഡിസ്ട്രക്റ്റീവാണ്. ഞാൻ ആഫ്റ്റർ ഓൾ നമ്മളൊക്കെ മലയാളികളാണ്. അത്തരം പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിലും പ്രശ്നങ്ങൾ ബോംബെയിലുണ്ടല്ലോ. ബോംബെയിലല്ലേ തീരം വഴി ആളുകൾ വന്ന് ആക്രമിച്ചു. ബോംബെയിലല്ലേ തീരം വഴി RDX കടത്തി രാഹുൽ ഇബ്രാഹിം പൊട്ടിച്ചത്. കേരളത്തിലാണോ? ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നത് നാഗ്പൂർ വളരെ അടുത്ത് തന്നെയല്ലേ. അപ്പൊ അത് സത്യത്തിൽ സെൽഫ് ഡിസ്ട്രക്റ്റീവാണ്. മലയാളിയുടെ ആത്മാഭിമാനത്തെ ഹനിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഇപ്പൊ ഇവരെല്ലാവരും പറയുന്നത് എന്തോ കണ്ടെയ്നറിൽ പൈസ കടത്തിയത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ പറയുന്നത്? ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറയും. എവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്റലിജൻസ് റിപ്പോർട്ട്? എന്നിട്ടെന്താ പിടിക്കാത്തത്? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വായി തോന്നിയ കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ വിളിച്ചു പറയുക. കേരളത്തിലൊരു പ്രശ്നമുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ തന്നെ ഉള്ള ആളുകളെ ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു ലോബി കേരളത്തിലുണ്ട്.
ന്യൂനപക്ഷങ്ങളുടെ ഇടയിലുണ്ട്. അതൊരു പ്രശ്നമാണ്. ആ പ്രശ്നം കുറേയൊക്കെ ഭരണഘടന അനുവദിക്കുന്നതാണ്, സ്വന്തം മതം പ്രചരിപ്പിക്കണം, ആ മതം ഉപയോഗിച്ചുകൊണ്ട്. അതൊരു വിഷയമായിരിക്കും. അത് തീരപ്രദേശങ്ങളിൽ ഭീകരവാദം അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. നിങ്ങൾ പല തീരപ്രദേശങ്ങളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും വളരെ സഹോദരങ്ങളെ പോലെ ഒറ്റ സ്ഥലങ്ങളില്ലാത്ത, ഒരുപക്ഷെ കേരളത്തെ കിഴക്കൻ മലമേഖലയേക്കാൾ വർഗീയത കുറച്ച് കൂടുതൽ, തീരപ്രദേശം അത്രയും ഇല്ല. ചില സ്ഥലത്ത് ചില സംഘർഷങ്ങൾ ഉണ്ടായെന്നല്ലാതെ അത് മുമ്പും മുഖ്യന്മാർ തമ്മിൽ പരസ്പരം അടിയുണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഒരു മതത്തിന്റെ കളർ, ജാതിയുടെ കളറൊക്കെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ പറയുന്നതിനൊന്നും കാര്യമില്ല. നിലവിലെ സാഹചര്യത്തിൽ അപ്പോൾ BJPക്ക് പ്രതീക്ഷ നൽകുന്നത് ഒരു അവസ്ഥയാണോ കേരളത്തിൽ? ഒരു പ്രതിപക്ഷത്തിലേക്ക് വളർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നാം സാധ്യതയെക്കുറിച്ച് തിരയുമ്പോഴുമുള്ള ഒരു പ്രശ്നം, കോൺഗ്രസ് കുറച്ച് നാളുകളായി ഒരു വിജയപ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് വരുന്നുണ്ടല്ലോ. അല്ല, കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിക്കണം, ജനങ്ങൾ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് തോന്നലാണ്. ജനങ്ങൾ പലപ്പോഴും അങ്ങനെ ഒരു മറ്റുള്ളവരുടെ വിരോധം കൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ നിയമസഭാ ഇലക്ഷനൊക്കെ വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡോ ബോയ് എന്ന് പറയുന്ന തരത്തിലുള്ള ആളുകളാണ് CPM-ന്റെ സ്ഥാനാർത്ഥികൾ. ഞങ്ങൾ നിരന്തരം അവിടെ വീടുകളിൽ വരികയും കാണുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ആളുകൾ അവർക്കാണ് വോട്ട് ചെയ്യുന്നത്. പണ്ട് CPM-മാരും പാർട്ടിക്ക് പുറത്തില്ലാത്തവരെ സഹായിക്കില്ല, ഇപ്പൊ അവരെ സഹായിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വന്നു പോകുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർ വലിയ പ്രതീക്ഷയിലാണ്. അത് കഴിഞ്ഞ 2021 ഭയങ്കര പ്രതീക്ഷയായിരുന്നില്ല. മന്ത്രിസഭ വിഷ്ണുനാഥിന് റവന്യൂ വകുപ്പൊക്കെ കൊടുത്തിരുന്നു. ബിന്ദു ചേച്ചിയില്ലേ, ബിന്ദു ചേച്ചിക്ക് മറ്റേ ഇതാന്ന് തോന്നുന്നു, സാമൂഹ്യ ക്ഷേമം വനിത വകുപ്പൊക്കെ കൊടുത്തിരുന്നവർ. ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നും കാര്യമൊന്നുമില്ല. അപ്പൊ ഇത് ഗ്രാസ് റൂട്ട് ലെവലിൽ CPM ഓൾറെഡി ഇപ്പൊ ഇലക്ഷൻ മോഡിലേക്ക് പോയി കഴിഞ്ഞു. അതായത് അവര് നിലവിലുള്ള ഈ 2 തവണ ജയിച്ച ആളുകളെ, 2 തവണ അനുസരിച്ച ആളുകളെ മാറ്റുക എന്നുള്ള ഒരു തീരുമാനമുണ്ടല്ലോ. അത് ചിലരൊന്നും മാറ്റി നിർത്താൻ പറ്റാത്ത ആളുകളുണ്ട്. അവരെ മാറ്റേണ്ട, അവർ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട തീരുമാനിച്ചു. അത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു തവണ ആയിട്ടുള്ള പെർഫോമൻസ് അണ്ടർ പെർഫോമൻസ് ആയിട്ടുള്ള ആളുകളെ മാറ്റി അവിടെ പുതിയ ആളുകളെ കൊണ്ടുവരാൻ പോകും. അപ്പൊ പുതിയ ആളുകൾ ഏതാണ് ആളുകൾ അവരെ നിശ്ചയിച്ചിട്ടുണ്ട്, അവരോടൊക്കെ പ്രവർത്തന രംഗത്ത് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അതോടൊപ്പം തന്നെ ഈ തെക്കൻ കേരളത്തിൽ കൂടുതലായി BJP CPM പോരിലേക്ക് ഒരു പോരാട്ടത്തിലേക്ക് പോകുന്നുവെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് നമുക്കറിയാം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെല്ലാം ഒരു നേരിട്ടുള്ള ഒരു ഫൈറ്റിലേക്ക് പോവുകയാണോ കോൺഗ്രസ്? പിന്നോട്ട് പോകും? അല്ലല്ല, അങ്ങനല്ല. ഈ നേരിട്ടുള്ള പ്രവർത്തന രംഗത്ത്, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ CPM-ഉം BJP-യും തമ്മിലാണ് ഒരു മത്സരം. പക്ഷെ ഇലക്ടോറൽ മത്സരം പല ഭൂരിഭാഗം പ്രദേശങ്ങളും CPM-ഉം കോൺഗ്രസുമായിട്ട് തന്നെയാണ്. LDF ആൻഡ് UDF തന്നെയാണ്. പക്ഷെ തിരുവനന്തപുരം മണ്ഡലത്തിലെ അത് ചില സ്ഥലങ്ങളിലാണ്. അത് ചില സ്ഥലത്ത് UDF ആയിരിക്കും രണ്ടാമതുണ്ടാവുക, അല്ലെങ്കിൽ ഒന്നാമതുണ്ടാവുക, BJP രണ്ടാമത്. ചില സ്ഥലത്ത് LDF ആയിരിക്കും ഒന്നാമതുണ്ടാവുക, രണ്ടാമതുണ്ടാവുക, BJP ഒന്നാമതോ രണ്ടാമതോ വരും. അതങ്ങനെയുള്ളത്. ഇപ്പോഴും UDF-നെ റീപ്ലേസ് ചെയ്തിട്ടില്ല, ഇലക്ടോറലി പറ്റിയിട്ടില്ല. പ്രവർത്തന രംഗത്തൊക്കെ ഉണ്ട്. പണ്ടേ കോഴിക്കോടൊക്കെ കോൺഗ്രസിനെക്കാളും നല്ല പ്രവർത്തന സംവിധാനമുള്ള BJP-ക്കാണ്. അല്ല, പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ഈ വോട്ടിലൂടെ പ്രതിഫലിക്കുന്നത് തെക്കൻ കേരളത്തിലാണല്ലോ. വോട്ടിലൂടെ പ്രതിഫലിക്കുന്നത് തെക്കൻ കേരളത്തിലാണ്. എങ്കിൽ പോലും പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സംഭവിച്ചില്ല. അപ്പൊ ചില സ്ഥലത്ത് LDF ആയിരിക്കും രണ്ടാമത് വന്നിരിക്കുക, അല്ല ഒന്നാമത് വന്നിരിക്കുക, BJP ഒന്നാമത് രണ്ടാമത്. അത് അങ്ങനെ പാറ്റേൺ കൃത്യമായിട്ട് വന്നിട്ടില്ല. LDF UDF തമ്മിലാണ് മത്സരം. നാം നേമമായാലും കഴക്കൂട്ടമായാലും വട്ടൂർക്കാവായാലും അങ്ങനെ ഓരോ വട്ടൂർക്കാവ് BJP, LDF അതിപ്പോ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി വീക്കായതുകൊണ്ട്, അതുകൊണ്ട് അതിന് മുമ്പായിരുന്നു മോഹൻകുമാർ ആയിരുന്നില്ലേ, അതിന് മുമ്പ് മുരളീധരനായിരുന്നു. BJP മൂന്നാമതല്ലേ. അതുപോലെ അങ്ങനെയാണത്. അത് ചില സ്ഥലത്തൊക്കെ സംഭവിക്കും. പക്ഷെ അത് നമുക്ക് പാറ്റേൺ ആയി പറയാൻ പറ്റില്ല. അതുപോലെ ഇപ്പൊ തീരദേശ മേഖലയിൽ ആന്റണി രാജു ശിവകുമാറും തമ്മിലല്ലേ മത്സരം, തിരുവനന്തപുരം. അപ്പം അങ്ങനെ നമുക്ക് ഇപ്പം പറയാൻ പറ്റിയിട്ടില്ല. BJP ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ ഇടങ്ങളിലേക്ക് നുഴഞ്ഞു കയറുക എന്നുള്ളതാണ്. നിയമം പോലെ ചില മണ്ഡലങ്ങളെ സാഹചര്യം ഡിഫറൻ്റാണ്. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ആര്യമില്ലാന്ന് മത്സരം എന്ന് വെച്ചാൽ ഈ LDF UDF സംവിധാനത്തിൽ കൂടുതൽ ദുർബലൻ ആരാന്ന് ചോദിച്ചാൽ അത് UDF ആണ്. അപ്പൊ ദുർബലന്റെ കോട്ടയാണ് ആദ്യം പിടിച്ചടക്കാൻ ശ്രമിക്കുക. ദാറ്റ്സ് വാട്ട് BJP is doing now. അല്ല, അപ്പൊ സാർ ഉറപ്പിച്ച് പറയുകയാണ് LDF അധികാരത്തിൽ വീണ്ടും വരുമെന്ന്? അങ്ങനെ ഉറപ്പിച്ചറിയാനൊന്നും നമുക്ക് പറ്റില്ല. രാഷ്ട്രീയത്തിൽ ഒരുപാട് പറ്റുന്നുണ്ട്. അപ്പൊ ഇന്ത്യയെ പോലും എന്തൊക്കെ മാറ്റം, മോഡി നന്നായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഉപരോധം വന്നിരിക്കുക, ഉപരോധമല്ല ഈ തീരുവ വന്നിരിക്കുന്നത്. എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാകുന്ന പഠിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും, ഒരുപാട് കാരണങ്ങൾ വരും. പക്ഷെ നിലവിൽ ഇപ്പോൾ നമ്മൾ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ LDF-ന് നല്ലൊരു ഒരു എഡ്ജ് ഉണ്ട്. അതാണ് കോൺഗ്രസ് നേതാവ് പാലോട് രവിയും പറഞ്ഞത്. ഒരു എഡ്ജ് ഉണ്ട്, അതൊരു വാസ്തവമാണ്. നിങ്ങളിപ്പോ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന് 2009 മറ്റോ നടന്നിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളെ പുനർനിർണ്ണയത്തിൽ LDF-കാർ കൃത്യമായി ഇടപെട്ട് അവർക്ക് അനുകൂലമാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 2014 ഉമ്മൻചാണ്ടി കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയതാണ്. മനസ്സിലായില്ലേ? 2
MLA-മാർ ഉമ്മൻചാണ്ടി സാറിന്റെ സമയം തൊട്ട് 2-3 കോടിയൊക്കെ പ്രവർത്തന ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഗുണം മൊത്തം CPM-മാർക്കാണ് കിട്ടുന്നത്. കാരണം അവരെ മണ്ഡലം ആ രീതിയിൽ വെച്ചുകൊണ്ട് അവരാണ് കൂടുതൽ MLA-മാരുള്ളത്. അപ്പോൾ MLA-മാർ നല്ല രീതിയിൽ പ്രവർത്തിക്കും, ഫണ്ട് വരും. മൂന്നാമത്തെ കാര്യം CPM-ന്റെ MLA-മാർ പ്രവർത്തകരടുത്ത് MLA ആകാൻ പോകുന്നവൻ ആ നാട്ടുകാരൻ സുപരിചിതനാണ്. അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കോൺഗ്രസിന് ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ BJP ചിലപ്പോൾ ടാക്ടിക്കലായിട്ട് രാജീവ് ശൈലജ അതിനെതിരാണ് എങ്കിൽ പോലും ഫൈനലി നമുക്കറിയാൻ പറ്റില്ല. BJPക്ക് ഇവിടെ വോട്ട് പെർസെൻറ്റേജ് സീറ്റുകളെല്ലാം കൂട്ടിയേ പറ്റുള്ളൂ. അപ്പം ചിലപ്പോൾ അവർക്ക് ചില നീക്കുപോക്കുകൾ CPM-ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അത് ചിലപ്പോൾ ചെയ്തു, CPM ആവശ്യപ്പെട്ടില്ല, അവർ ചെയ്തു എന്ന് വരും. അങ്ങനെ അത് ഇവർക്ക് എതിരാണ്. പിന്നുള്ളത് പൈസ. കോൺഗ്രസിന് അതിൽ അത്ര പൈസ അല്ല, ദേശീയ പാർട്ടി അതിൻ്റെ കാര്യമല്ല. ഉള്ള സമയത്ത് പൈസ ഒക്കെ തന്നെ ഓരോരുത്തർ വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട് തോന്നുന്നു. പാർട്ടിയുടെ ഈ കാര്യത്തിൽ പൈസ ഒന്നുമില്ല, പഴയപോലെ പൈസ കിട്ടാനുമില്ല. അപ്പം ഇതെല്ലാം കോൺഗ്രസിനെതിരായ ഫാക്ടേഴ്സാണ്. ഇതിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ മറികടക്കാൻ ആ രീതിയിൽ ഈ LDF അത്രയും മോശമാണ് എന്ന ഫീൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിലെ K-ഫോൺ അതും ഇതൊക്കെ ലോഞ്ച് ചെയ്തിട്ട് പിള്ളേരെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. വേടന്റെ പാട്ട്, K-ഫോൺ, റോഡുകളൊക്കെ വളരെ നന്നായി ഇലക്ഷൻ ആകുമ്പോഴേക്ക്. അപ്പം പൊതുവേ ഒരു ജനങ്ങളുടെ അത്ര ഒരു വെറുപ്പില്ലതാണ്. അതുകൊണ്ട് അവർക്കൊരു എഡ്ജ് ഉണ്ട് എന്നുള്ള വാസ്തവമാണ്. ഇനി സമയമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.